ബെഡ്ഷീറ്റും പുതപ്പും ഉൾപ്പെടെ 4 വർഷത്തിനിടയിൽ ട്രെയിനുകളിൽ നിന്ന് 1.27 കോടി ബെഡ് റോൾ വസ്തുക്കൾ മോഷണം പോയതായി റെയിൽവേ അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ഫേസ് ടവലുകളാണ്. 46.54 ലക്ഷം ഫേസ് ടവലുകളാണ് നഷ്ടമായത്. ഏറ്റവും കൂടുതൽ കാണാതായത് രാജസ്ഥാനിലെ ബിക്കാനേർ ഡിവിഷനിലാണ്. 1000 യാത്രക്കാരിൽ ഒരാളെങ്കിലും ബെഡ്ഷീറ്റോ ടവലോ എടുക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. ER, വലിയ കഷ്ടമാണ്. കാരണം ട്രെയിനിൽ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നു. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അവർ ബെഡ്ഷീറ്റും പില്ലോയും അതേപോലെ തന്നെ ബ്ലാങ്കറ്റും ഫേസ് ടവലും ഒക്കെ തരുന്നു. അവസാനം അത് മുക്കിക്കൊണ്ട് യാത്രക്കാർ പോകുന്നു. അങ്ങനെ സങ്കടം പറയുകയാണ് റെയിൽവേ. നഷ്ടക്കണക്കുകൾ നിരത്തുകയാണ് റെയിൽവേ. അതേ സദൃഷ്മി, നഷ്ടക്കണക്ക് തന്നെയാണ് റെയിൽവേ പറയുന്നത്. കാരണം ഒരു ദിവസേന രാത്രി കാലങ്ങളിൽ ഏതാണ്ട് 8 ലക്ഷം ആളുകളാണ് AC കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യുന്നത്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 1000 പേരെങ്കിലും ഇത്തരത്തിൽ ബെഡ്ഷീറ്റോ തലയണയോ അല്ലെങ്കിൽ ടവലോ ആയി കടന്നു കളയുന്നു എന്നാണ് ഇപ്പോൾ റെയിൽവേ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം അവർ ഏതാണ്ട് 69 ഡിവിഷനുകൾ ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. അതിൽ തന്നെ 54 ഡിവിഷനുകളിലെ മറുപടി ലഭിച്ചു. അതിൽ നിന്നാണ് ഈ കണക്കുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് തന്നെ 1,27 ലക്ഷം ഏതാണ്ട് ബെഡ് റോളുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അതായത് കേവലം 4 വർഷത്തെ കണക്ക് മാത്രമാണ്. 2022 ജനുവരി മുതൽ 2026 ഈ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള കണക്കുകളിലാണ് ഏതാണ്ട് 1.27 കോടി ബെഡ് റോൾ വസ്തുക്കൾ മോഷണം പോയി എന്ന് തന്നെ റെയിൽവേ തന്നെ സമ്മതിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഷണം പോയിട്ടുള്ളത് ടവലുകളാണ്. 46.54 ലക്ഷം ടവലുകൾ മോഷണം പോയി. ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത് രാജസ്ഥാനിലെ ബിക്കാനർ ഡിവിഷനിലാണ് എന്നാണ് പറയുന്നത്. അവിടെ മാത്രം ഏതാണ്ട് 25 ലക്ഷത്തിലധികം വസ്തുക്കൾ ഇത്തരത്തിൽ ആളുകൾ കടന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിക്കാനറിൽ മാത്രമല്ല ആ കാര്യം സംഭവിക്കുന്നത് എന്നുകൂടി റെയിൽവേ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 67% സംഭവങ്ങളും നടന്നിട്ടുള്ള ഏതാണ്ട് 7 ഡിവിഷനുകൾക്ക് കീഴിലാണ് എന്നാണ് റെയിൽവേ ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതിൽ തന്നെ ബിക്കാനറുണ്ട്, ഒപ്പം തന്നെ ജോധ്പൂർ, ജയ്പൂർ, റാഞ്ചി, ഡൽഹി, അഹമ്മദാബാദ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ സമാനമായ സാഹചര്യമാണ് എന്നുകൂടി റെയിൽവേ ഇപ്പോൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറുകാർക്ക് ഇതേ തുടർന്ന് വലിയ നഷ്ടം ഉണ്ടാകുന്നു. ഏതാണ്ട് 104.51 കോടി രൂപയുടെ നഷ്ടമാണ് ഈ 4 വർഷം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം, ഈ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് ഈ പുതപ്പും മറ്റും കൊണ്ടുവരുന്നത്. അവർക്ക് 700 രൂപയാണ് പ്രതിദിന ശമ്പളം. പലപ്പോഴും അവരുടെ ശമ്പളം തന്നെ പോകുന്ന സ്ഥിതിയാണ് ഇതോടുകൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് റെയിൽവേ. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് പാലക്കാട്ടെയും തിരുച്ചിറപ്പള്ളിയുടെയും കാര്യം കൂടി അതിൽ എടുത്തു പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ 2 പ്രധാനപ്പെട്ട ഡിവിഷനുകളാണ് പാലക്കാടും തിരുച്ചിറപ്പള്ളിയും. എന്നാൽ അവിടെ ഏതായാലും മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുകൂടി ഈ വാർത്തയിൽ ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അവിടെയും മാതൃകയാവുകയാണ് നമ്മൾ മലയാളികൾ. കേരളം എന്നുള്ളൊരു സന്തോഷമായ കാര്യം കൂടിയുണ്ട്.